പുതുപുത്തൻ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഐഫോൺ ആപ്പിൾ ഐ ഡി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ സെറ്റിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇമെയിൽ ഉണ്ടാക്കണം. അതിന് നമ്മൾ സെറ്റിങ്സിൽ പോയി ക്ലൗഡ് ആൻഡ് അക്കൗണ്ടിൽ പോകുക. ഒരു ഇമെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അക്കൗണ്ട്സ്, അതിൽ ഗൂഗിൾ ക്രിയേറ്റ് അക്കൗണ്ട്, അതിൽ ഗൂഗിൾ എടുക്കുക. അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് വെച്ച് കൊടുക്കാത്ത സെറ്റിനുള്ളതനുസരിച്ച് പിന്നെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എടുക്കുക. നമ്മൾ യൂസർ നെയിം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. പിന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നല്ലതാണ് നമ്മൾ ഡേറ്റ് കൊടുക്കുന്ന ഡേറ്റൊക്കെ. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇനിയാണ് ഇമെയിൽ ഐ ഡി. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. മലയാളം എടുക്കില്ല, ഇംഗ്ലീഷ് തന്നെ വേണം. സ്പേസ് ഇടാൻ പറ്റില്ല, മലയാളം മീഡിയ. ഇനി പാസ്വേഡ് കൊടുക്കുക. ഞാൻ പാസ്വേഡ് കൊടുത്താണ്, നിങ്ങൾ കാണാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. പിന്നെ സ്കിപ്പ് ചെയ്യുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ താഴെ മുകളിൽ ഒന്ന് തന്നെ കൊടുക്കണേ, എഗ്രി ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുക, ചെക്ക് ഇൻഫോ. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി മെയിലായിട്ടൊന്ന് തുറന്നിട്ടുണ്ട്, കാരണം വെരിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇമെയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ, ഐഫോൺ ഐ ഡി ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ ജിമെയിൽ തുറന്നിട്ട് ഐ ഡി, ഇതിൽ കുറേ ഐ ഡി ഉണ്ട്. അപ്പം ഐ ഡി അതാ ലാസ്റ്റിൽ രണ്ടാമത്തെ മലയാളം മീഡിയ. ഓക്കെ, അതൊന്ന് ഓപ്പൺ ആക്കിയിട്ടാൽ മതി, ലാസ്റ്റിൽ രണ്ടാമത്തെ. ഓക്കെ, ഞാൻ തുറന്നിട്ട് സേന അടിച്ചിട്ട് ഇനി നേരെ ബാക്കോട്ട് തന്നെ പോവാം. ഇനി എന്താ വെച്ചാൽ ഐ ഡി ഉണ്ടാക്കണമെങ്കിൽ നേരെ ഗൂഗിളിൽ പോവാം. ബാക്കോട്ട് പോവാണ്. ഓക്കെ, നേരെ ഗൂഗിളിൽ പോവുക. ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ കയറുക, ഐഫോൺ ഐ ഡി ക്രിയേറ്റ് ടൈപ്പ് ചെയ്യാം. ആപ്പിൾ ഐ ഡി ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. ആപ്പിൾ ഐ ഡി അക്കൗണ്ട് തുറന്ന് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, ആപ്പിൾ ഐ ഡി. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് നെയിം യൂസറിന് ലാസ്റ്റ് നെയിം കൊടുക്കുക. അതേപോലെ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇത് നമ്മൾ രാജ്യം കൊടുക്കുക, നമ്മളേത്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, കറക്റ്റ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഐ ഡി എന്തൊക്കെ കറക്റ്റ് കൊടുക്കുക. എന്താ വെച്ചാൽ എന്തെങ്കിലും അക്കൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യാമോ കൊടുക്കുക. അതേപോലെ നമ്മൾ നേരത്തെ അടിച്ച ജിമെയിൽ കൊടുക്കുക. പിന്നെ പാസ്വേഡ് ഐഫോണിൽ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് സ്പെല്ലിങ്, അപ്പം ഒരു നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം എന്താ പറയുക, അക്ഷരം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ക്യാപിറ്റലും സ്മോളും വേണം. ഓക്കെ, ഞാനൊരു പാസ്വേഡ് ഇടാൻ പോകും. ഞാൻ സംഖ്യ അടിച്ച്, അതേപോലെ സംഖ്യ കഴിഞ്ഞിട്ടല്ലേ ഫസ്റ്റോ ക്യാപിറ്റലും സ്മോളും ഇംഗ്ലീഷ് അക്ഷരമെല്ലാം വേണം. ഓക്കെ, അല്ലാതെ പാസ്വേഡ് എടുക്കില്ല. ഞാൻ ലാസ്റ്റിൽ ക്യാപിറ്റൽ എ, അതേപോലെ സ്മോൾ എ അങ്ങനെ കൊടുത്ത്, അതേപോലെ കൺഫേമിലും അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ പറയുള്ളതെന്ന് വെച്ചാൽ ഐഫോൺ ഇതിന് 3 ക്വസ്റ്റ്യനാണ്, പിന്നെ ടൈപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ പാസ്വേഡ് കഴിഞ്ഞിട്ട് പാസ്വേഡ് കൊടുത്തുകൊടുക്കുക. ഓക്കെ, പിന്നെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നാണ്, അങ്ങനെ 3 ഉണ്ട്. നമുക്ക് വായിച്ചു നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് പിന്നെ ഐ ഡിക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവർ ചോദിക്കും, നമ്മൾ തന്നെയാണോ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിലുള്ള ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എനിക്ക് ഞാൻ തൽക്കാലം എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാന്നുള്ളൂ, ഒന്ന് കാണിച്ചു തരാനുള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ താരം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണ്ടാവും, ടൈപ്പ് ചെയ്യുക. കണ്ടിന്യൂ നടിക്കുക. ഓക്കെ, പിന്നെ ഇതെൻ്റെ ഒരു ന്യൂ ചാനലാണ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എൻ്റെ പിന്നെ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇതാ നമ്മളെ ഇമെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം ഈ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ നേരെ അക്കൗണ്ടിൽ പോയി നോക്കുക.
അക്കൗണ്ട് വന്നിട്ടുണ്ടാവില്ല. ഇതൊന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ വന്നാണ് ആപ്പിൾ ഐ ഡി വെരിഫിക്കേഷൻ. അപ്പോൾ തുറക്കുക. അതിൽ കോഡ് അവരുണ്ടാവുക 833553. ഓക്കെ, ഈ കോഡ് അതിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ പറഞ്ഞ മാതിരി എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഓക്കെ, മറക്കല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സെറ്റിൽ അടിച്ചാൽ മതി. സെറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയതായിട്ട് സെറ്റിംഗ് എന്തൊക്കെ ചോദിക്കും, അതൊന്ന് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.